വിശ്വേട്ട, ഇന്നലെ മുതൽ നിതമോളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഒന്നവളുടെ ഹോസ്റ്റൽ വരെ പോകാൻ നമുക്ക്. രാവിലെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന വിശ്വനാഥന്റെ അരികിലേക്ക് വന്ന സുജ ആദിയോടെ പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞത് കേട്ട ഭാവം നടിക്കാതെ പത്രത്തിലേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അയാൾ ചെയ്തത്. അതുകൂടി കണ്ടതും സുജയുടെ കണ്ണുകൾ നിറഞ്ഞു. വിശ്വേട്ടാ, ഞാൻ നിങ്ങളോടാ ഈ പറയുന്നത്. നിന്റെ ജാരസന്തതിയെ വിളിച്ചിട്ട് കിട്ടാത്തതിന് ഞാൻ എന്തിനാടി ഇപ്പോൾ കുറ്റിയും പറിച്ച് അങ്ങോട്ട് ഓടുന്നത്? നിനക്കിനി പോയി നോക്കണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ അവളെ ഉണ്ടാക്കി അവളുടെ ഒറിജിനൽ തന്തയും വിളിച്ചോണ്ട് പോടി. അല്ലാതെ വെറുതെ എന്നെ ശല്യം ചെയ്യുന്നത് എന്തിനാ? അവളുടെ പേരിന്റെ അറ്റത്ത് എൻ്റെ പേര് ചേർത്തിട്ടുണ്ടെന്ന് വെച്ച് അവളുടെ തന്ത ഞാനാണോ? അയാൾ പുച്ഛത്തോടെ ചോദിച്ചു. അത് കേട്ടുനിന്ന സുജയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ദൈവദോഷം പറയരുത് വിശ്വേട്ടാ. വിവാഹത്തിന് മുമ്പ് എനിക്ക് മറ്റൊരാളെ ഇഷ്ടമായിരുന്നു എന്നത് നേരാ. പക്ഷേ ഈ താലി നിങ്ങൾ എൻ്റെ കഴുത്തിൽ കെട്ടിയതിനു ശേഷം ഞാൻ നിങ്ങളെ മറന്ന് മനസ്സുകൊണ്ട് പോലും ജീവിച്ചിട്ടില്ല. ആ, അത് തന്നെയാടി ഞാനും പറയുന്നത്. അവൻ്റെ വിത്തിനെ വയറ്റിൽ ചുമന്നോണ്ടാ നീ എൻ്റെ താലി ഏറ്റുവാങ്ങിയതെന്ന്. എന്നിട്ട് വയറ് വീർത്ത് വന്നപ്പോൾ ക്രെഡിറ്റ് എനിക്കും. വിശ്വേട്ടാ, ചി നിർത്തടി. കണ്ടവൻ്റെ കൊച്ചിനെയും കൊണ്ട് എൻ്റെ ജീവിതത്തിലോട്ട് കയറി വന്നതും പോരാഞ്ഞിട്ട് എൻ്റെ മുന്നിൽ കിടന്ന് ശീലാവധി ചമയുന്നോ നീ? അയാൾ വെറുപ്പോടെ പറയുന്നത് കേട്ട് മൗനമായി നിന്ന് കണ്ണീരൊഴുക്കാൻ മാത്രമേ സുജയ്ക്ക് കഴിയുമായിരുന്നുള്ളൂ. സ്വന്തം കുഞ്ഞിൻ്റെ പിതൃത്വം അതിൻ്റെ അച്ഛന് മുന്നിൽ തെളിയിക്കേണ്ട ഗതികേടോർത്ത് ആ സ്ത്രീയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മതിയടി നിന്റെ പൂങ്കണ്ണീര്. ഇത് കണ്ടിട്ട് അലിവ് തോന്നിയിട്ടൊന്നുമല്ല. ഇനി വീണ്ടും ഇത് പറഞ്ഞ് എൻ്റെ സ്വൈര്യം കെടുത്താതിരിക്കാൻ പറയുക. നിന്റെ ജാരസന്ധതിയെ കശ്യപിൻ്റെ കൂടാ ഇപ്പൊ പൊറുതി. ഭാര്യയായിട്ടാണോ അതോ ഇനി പണ്ട് തള്ളയവളുടെ തന്തയ്ക്ക് കിടന്നു കൊടുത്തത് പോലെയാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അതുകൊണ്ട് എനിക്കൊരു ഗുണമുണ്ടായി. അവളെ ഇത്ര നാളും മകളെന്ന മേൽവിലാസവും നൽകി ചുമന്നതിനുള്ള കൂലിയായി അവന് ഞാൻ കൊടുക്കാനുള്ള 75 കോടി അവനങ്ങ് എഴുതിത്തള്ളി. നിന്റെ മോളെ കൊണ്ട് ആദ്യമായിട്ട് എനിക്കുണ്ടായ ഗുണമാ അത്. ഒരു പൊട്ടിച്ചിരിയോടെ പറഞ്ഞ് അയാളെ നോക്കി നിൽക്കുമ്പോൾ സ്വന്തവും ബന്ധവുമൊന്നും നോക്കാത്ത ഒരു മൃഗമാണോ തൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് പോലും സുജയ്ക്ക് തോന്നിപ്പോയിരുന്നു. കശ്യപ് ഓഫീസിലേക്ക് പോയി പിന്നെയും കുറേ സമയം കൂടി കഴിഞ്ഞായിരുന്നു നിത ബെഡിൽ നിന്ന് എണീറ്റത് തന്നെ. കിച്ചണിൽ കയറി ഒരു കോഫി കൂടെ ഇട്ട് കുടിച്ചിട്ട് അവൾ പതിയെ കുളിക്കാൻ കയറാൻ തുടങ്ങി. അപ്പോഴാണ് കുളി കഴിഞ്ഞ് മാറാൻ ഡ്രസ്സൊന്നുമില്ലല്ലോ എന്ന കാര്യം അവൾ ഓർത്തത്. കുളിച്ചാലും ഇന്നലെ ഒരു നേരത്തെടുത്തിട്ട ഈ മുഷിഞ്ഞ ഡ്രസ്സ് തന്നെ വീണ്ടും ഇടണമല്ലോ എന്ന് ഓർത്തപ്പോൾ തന്നെ കുളിക്കാനുള്ള മൂഡ് പോയി അവൾ ബാൽക്കണിയിലേക്ക് ചെന്നിരുന്നു. ആലോചനകൾ കാട് കയറിയപ്പോൾ അമ്മയോട് ഒന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്ന് തോന്നിയെങ്കിലും താൻ ഇത്രയും വലിയൊരു നിസ്സഹായതയിൽ പെട്ടുപോയെന്നറിഞ്ഞാൽ ആ പാവം ഒരുപാട് വേദനിക്കുമല്ലോ എന്നോർത്തപ്പോൾ അവൾ ആ ശ്രമവും ഉപേക്ഷിച്ചു. പിന്നെ വെറുതെ താഴെ വരുന്ന വണ്ടികളെയും മറ്റും നോക്കി അങ്ങനെ നിന്നു. മണിക്കൂറുകൾ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നു. 10 മണിയോടെ റൂമിലിരുന്ന് തൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടുകൊണ്ടായിരുന്നു നിത അങ്ങോട്ട് ചെന്നത്. കശ്യപായിരുന്നു വിളിച്ചത്. ഹലോ, പെട്ടെന്ന് കുളിച്ച് റെഡിയായി നിൽക്ക്, ഞാനിപ്പോൾ എത്തും. ഫോണിലൂടെ അവൻ പറഞ്ഞത് കേട്ടപ്പോൾ നിതയ്ക്ക് അവനോട് വല്ലാത്ത ദേഷ്യം തോന്നി. കുളിച്ച് റെഡിയായി നിൽക്കണം പോലും. കുളി കഴിഞ്ഞിട്ട് ഞാൻ എന്തോന്നാ എടുത്തിടേണ്ടത്? എന്നിട്ട് അയാളുടെ ആജ്ഞ കേട്ടില്ലേ? ഫോൺ ചെവിയിൽ വെച്ചുകൊണ്ടായിരുന്നെങ്കിൽ പോലും അവളുടെ ആ പിറുപിറുക്കൽ കശ്യപ് വ്യക്തമായി കേട്ടിരുന്നില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് ഉറക്കെ പറയെൻ്റെ ഭാര്യയെ, അവൻ ചിരിയോടെ പറഞ്ഞു. അത് പിന്നെ എനിക്ക് കുളിച്ചു മാറ്റാനൊന്നുമില്ല. ഓ, അതാണോ കാര്യം? അതൊക്കെ നമുക്ക് ശരിയാക്കാം. നീ എന്തായാലും കുളിച്ച് റെഡിയായി നിൽക്ക്, ഞാനിപ്പോൾ വരാം. പറഞ്ഞിട്ട് അവളുടെ മറുപടി കേൾക്കാൻ പോലും നിൽക്കാതെ കശ്യപ് ഫോൺ കട്ട് ചെയ്തു. അതുകൂടിയായപ്പോൾ നിത ദേഷ്യത്തിൽ ചവിട്ടിക്കുലുക്കി കുളിക്കാനായി പോയി. അവൾ കുളിച്ചിറങ്ങി ബാൽക്കണിയിൽ നിന്ന് മുടി കോതിയിട്ടുകൊണ്ട് നിൽക്കുമ്പോൾ കശ്യപിൻ്റെ കാർ ഫ്ലാറ്റിൻ്റെ താഴെ വന്നു നിന്നത് അവൾ കണ്ടിരുന്നു. ഓ, എത്തിയോ ജന്തു? പിറുപിറുത്തുകൊണ്ട് നിത ഹോളിലേക്ക് വന്നതും കോളിംഗ് ബെൽ ചിലച്ചതും ഒരുമിച്ച് തന്നെയായിരുന്നു. അവൾ ചെന്ന് വാതിൽ തുറന്നതും കശ്യപ് ധൃതിയിൽ അകത്തേക്ക് കയറി. നമുക്കൊന്ന് പുറത്തേക്ക് പോകണം, പെട്ടെന്ന് റെഡിയായി വാ. മുറിയിലേക്ക് നടക്കുന്നതിനിടയിൽ അവൻ പറഞ്ഞു. നിങ്ങൾക്കെന്താ തലയ്ക്ക് വെളിവില്ലേ? ഇന്നലെ ഒരു നേരത്തെടുത്തിട്ടതാ ഞാൻ ഈ ഡ്രസ്സ്. ഇനിയും ഈ മുഷിഞ്ഞ തുണിയും ഇട്ട് ഞാൻ പുറത്തോട്ടു കൂടി വരണോ? ഡ്രസ്സൊക്കെ പോകുന്ന വഴിക്ക് വാങ്ങാം, സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. നീ പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. അതോടെ വേറെ വഴിയില്ലാത്തത് കൊണ്ട് മാത്രം വീണ്ടും ഒന്നും പറയാൻ നിൽക്കാതെ നിത മുടിയൊക്കെ ചീകിക്കെട്ടി ഫോണും എടുത്ത് അവൻ്റെ ഒപ്പമിറങ്ങി. അവർ നേരെ പോയത് നഗരത്തിലെ തന്നെ വലിയൊരു ഷോപ്പിംഗ് മാളിലേക്കായിരുന്നു. അവിടുന്ന് അവൾക്കായി അവൻ തന്നെ കുറേയേറെ ഡ്രസ്സുകൾ സെലക്ട് ചെയ്തു വെച്ചു. എടുത്തതെല്ലാം മോഡേൺ ഡ്രസ്സുകളായിരുന്നെങ്കിലും അവസാനം അവനൊരു പട്ടുസാരി കൂടി എടുത്തു. അതെല്ലാം നോക്കി വെറുതെ നിന്നതല്ലാതെ നിത ഒരു അഭിപ്രായം പോലും പറയാൻ പോയതുമില്ല. പർച്ചേസൊക്കെ കഴിഞ്ഞപ്പോൾ ഡ്രസ്സുകളും എടുത്ത് അവൻ അവളെ ഷോപ്പിൽ തന്നെയുള്ള സ്റ്റിച്ചിങ് ഡിസൈനിങ് ഒക്കെ ചെയ്യുന്ന ഭാഗത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ തന്നെ സാരിക്ക് ബ്ലൗസ് തയ്ക്കാനും ബാക്കി ഡ്രസ്സൊക്കെ ഷേപ്പ് ചെയ്യുവാനുമായി കൊടുത്തു. അളവെടുപ്പൊക്കെ കഴിഞ്ഞ് അവൾക്ക് വേണ്ട മറ്റ് അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങാനായി അവരവിടെ നിന്ന് ഇറങ്ങി. ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് അതൊക്കെ വാങ്ങി തിരികെ വരുമ്പോഴേക്കും ഡ്രസ്സെല്ലാം റെഡിയായിരുന്നു. ചെല്ല്,
ചെന്നീ സാരി ഉടുത്തിട്ട് വാ. സാരിയോ? എനിക്കൊന്നും വേണ്ട. തനിക്ക് വേണമെങ്കിൽ താനെടുത്തോ, എനിക്ക് പറ്റില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ ഇപ്പോൾ സാരിയൊക്കെ ചുറ്റുന്നത്? അതോ? അതേ, ഇന്നാ നമ്മുടെ ഫസ്റ്റ് നൈറ്റ്. നൈറ്റ് ആകാത്തതുകൊണ്ട് നമുക്ക് തൽക്കാലം ഫസ്റ്റ് ഡേ ആഘോഷിക്കാം. അതിനു മുന്നേ എനിക്കെൻ്റെ പെണ്ണിനെ ഈ സാരി ഉടുത്ത് കാണണം. അവളുടെ അടുത്തേക്ക് അല്പം കൂടി ചേർന്ന് നിന്ന് അവളുടെ കാതുകൾ മൃദുവായിട്ടൊന്ന് ചുണ്ട് ചേർത്തുകൊണ്ട് അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിൽ പതിഞ്ഞ സ്വരത്തിലായിരുന്നു കശ്യപ് പറഞ്ഞതെങ്കിലും ഞൊടിയിട കൊണ്ട് ആ പെണ്ണിൻ്റെ മുഖത്തുണ്ടായ ഭാവമാറ്റത്തിൽ നിന്ന് തന്നെ അവൻ കാര്യമായി തന്നെ അവളോടെന്തോ പറഞ്ഞിട്ടുണ്ടെന്ന് കാണുന്നവർക്ക് വ്യക്തമായി മനസ്സിലാകുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ തന്നെ നോക്കി നിൽക്കുകയായിരുന്ന അവിടുത്തെ സ്റ്റാഫുകളുടെയൊക്കെ ചുണ്ടിൽ ഒരു നേർത്ത പുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു. അവനോട് നല്ല ദേഷ്യം തോന്നിയെങ്കിലും പറഞ്ഞ വാക്ക് പാലിച്ചു കഴിഞ്ഞാൽ അവൻ്റെ തടവറയിൽ നിന്നും രക്ഷപ്പെട്ടു പോകാമെന്നുള്ള വ്യാമോഹം കൊണ്ട് മാത്രം അവൻ പറഞ്ഞതനുസരിച്ച് ഒരു പാവയെപ്പോലെ അവൾ സാരി ഉടുക്കാനായി പോയി. ഏകദേശം 15 മിനിറ്റോളം കഴിഞ്ഞപ്പോൾ കശ്യപ് എടുത്ത ആ സാരിയുമെടുത്ത് അവൾ പുറത്തേക്ക് വന്നു. ഇപ്പം തന്നെ എനിക്ക് ഏതാണ്ടൊക്കെ ചെയ്യാൻ തോന്നുന്നുണ്ട് നിതാ നിന്നെ. പക്ഷേ അതിവിടെ വെച്ചല്ല വേണ്ടത്. അതുകൊണ്ട് ഇങ്ങനെ മുന്നിൽ വന്നു നിന്ന് കൺട്രോൾ കളയാൻ നിൽക്കാതെ മോള് വാ. മനം നിറഞ്ഞൊരു പുഞ്ചിരിയോടെ അവളുടെ കൈയും പിടിച്ച് കശ്യപ് പുറത്തേക്ക് നടന്നു. അവൻ്റെ പിന്നാലെ ഒരു പാവയെപ്പോലെ നിതയും. മാളിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കാർ മറ്റെവിടെയും നിന്നതുപോലെ തോന്നിയപ്പോഴായിരുന്നു കശ്യപിനോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അതുവരെ സീറ്റിൽ ചാരി കണ്ണുകളടച്ച് കിടക്കുകയായിരുന്ന നിത കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കിയത്. സബ് രജിസ്ട്രാർ ഓഫീസ്. ചുറ്റുപാടുമൊന്നും വീക്ഷിച്ചൊടുവിൽ അവളുടെ ആ കണ്ണുകൾ ആ ബോർഡിൽ തറഞ്ഞു നിന്നു. എന്താ നിങ്ങളുടെ ഉദ്ദേശം? 1-2 നിമിഷത്തെ അമ്പരപ്പിന് ശേഷം ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നവനെ തുറിച്ചു നോക്കിക്കൊണ്ട് നിത കടുത്ത സ്വരത്തിൽ തന്നെ ചോദിച്ചു. തൽക്കാലം ഒരേ ഒരു ഉദ്ദേശമേ ഉള്ളൂ. നീ പറഞ്ഞ ഈ കൊലക്കയറിൻ്റെ ബലമൊന്ന് ഊട്ടിയുറപ്പിക്കണം. ഇന്നത്തോടെ നീ നിയമപരമായും ഈ കശ്യപ് മഹാദേവൻ്റെ ഭാര്യയാകണം. നോ. അവൻ്റെ വാക്കുകളിൽ പകച്ചുപോയ അവളൊരു അലർച്ച പോലെ പറഞ്ഞുകൊണ്ട് നിഷേധാർത്ഥത്തിൽ തല ചലിപ്പിച്ചു. ഞാൻ സമ്മതിക്കില്ല. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഉദ്ദേശം നടക്കില്ല. ഇത്രയും നാൾ എൻ്റെ അച്ഛൻ നിങ്ങൾക്ക് പണം തരാനുള്ളതിൻ്റെ പേരിൽ ആ പാവം മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്തതുപോലെ ഇനി എന്നെയും കൂടി നിങ്ങളുടെ കാൽ ചുവട്ടിലിട്ട് ചവിട്ടി അരയ്ക്കാമെന്നുള്ള നിങ്ങളുടെ മോഹം നടക്കില്ല കശ്യപ്. അവളുടെ പറച്ചിൽ കേട്ടപ്പോൾ കശ്യപ് സീറ്റിലേക്ക് ചാരി ഇരുന്നു കൊണ്ട് ഒന്ന് പുഞ്ചിരിച്ചു. നടക്കുന്നിതാ. ഈ കശ്യപ് മോഹിച്ചതൊന്നും എൻ്റെ കൈവിട്ടു പോകാൻ ഞാൻ അനുവദിച്ചിട്ടില്ല. നിന്റെ കാര്യത്തിൽ മാത്രമായി അതിലൊരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ സമ്മതിക്കില്ല. കൂളായിരുന്നു കൊണ്ട് അവൻ്റെ വാക്കുകൾ കേൾക്കെ ആകെ തകർന്നു പോയെങ്കിലും അത് പുറമേ കാണിക്കാതെ അവൾ പുലമ്പി. നീ സമ്മതിച്ചേ പറ്റൂ നിത. ഇല്ലെങ്കിൽ നഷ്ടങ്ങൾ നിനക്ക് സ്വപ്നം പോലും കാണാൻ വയ്യാത്തത്ര വലുതായിരിക്കും. കശ്യപ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല നിത. ഇന്നലെ നിന്റെ അച്ഛനെ കണ്ടിരുന്നു. അയാൾ എനിക്ക് തരാനുള്ള 75 കോടി രൂപ തിരികെ തരേണ്ടെന്നും അതിൻ്റെ പേരിൽ നിങ്ങളുടെ കമ്പനിക്ക് ഞാനിൻ്റെ ഒരു ഭീഷണിയായി ചെല്ലെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കാരണം മാത്രം പാവം വിശ്വനാഥന് ഇതുവരെ അറിയില്ല. ഞാനൊട്ട് പറഞ്ഞതുമില്ല. പക്ഷേ അതിൻ്റെ കാരണം നീ അറിയണം നിത. എന്തായാലും നിന്റെ ഈ ശരീരം എനിക്ക് കാഴ്ചവെച്ച് അച്ഛനെ രക്ഷിച്ചിട്ട് എന്നേക്കുമായി ഈ ജീവിതം തന്നെ അവസാനിപ്പിക്കാനല്ലേ നിന്റെ തീരുമാനം? അതുവരെ അവളുടെ ചൊടികളിൽ പതിച്ചു വെച്ചിരുന്ന ചൂണ്ടുവിരൽ തിരികെ എടുത്തുകൊണ്ട് അവൻ ചോദിച്ചത് കേട്ട് നിതയുടെ മുഖം കുനിഞ്ഞുപോയി. മിഴികളിൽ നിന്ന് നീർ പൊടിഞ്ഞ് മടിയിലേക്ക് വീണു. ഈ കണ്ണുനീര് പറയുന്നുണ്ട് നിത ഞാൻ പറഞ്ഞതാണ് സത്യമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. അവൻ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ നിത മുഖമുയർത്തി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അവളുടെ ആ നോട്ടത്തിൻ്റെ അർത്ഥമറിഞ്ഞതുപോലെ കശ്യപ് ഒന്ന് പുഞ്ചിരിച്ചു. എന്തായാലും എൻ്റെ ആവശ്യം കഴിഞ്ഞാൽ നിന്റെ ഈ ശരീരം നിനക്ക് പോലും വേണ്ട. അതുകൊണ്ടാണല്ലോ നീ സ്വയം ജീവനൊടുക്കാൻ ഒരുങ്ങിയിരിക്കുന്നത്. എങ്കിൽ പിന്നെ നിനക്ക് വേണ്ടാത്ത ഈ ശരീരം എന്നേക്കുമായി എനിക്ക് മാത്രമായിട്ട് അങ്ങ് തന്നേക്ക് നിത. ഒരു കുസൃതി ചിരിയോടെ പറയുന്നവനെ അവൾ ആദ്യം കാണും പോലെ തറപ്പിച്ചു നോക്കിയിരുന്നു. ഇങ്ങനെ തുറച്ചു നോക്കേണ്ട കാര്യമൊന്നുമില്ല നിത. വിശ്വനാഥനെ ഞാൻ വെറുതെ വിട്ടുകഴിഞ്ഞു എന്നേക്കുമായി. ഇനി കശ്യപ് മഹാദേവൻ എന്ന ഭീഷണി അയാൾക്കുണ്ടാവില്ല. പക്ഷേ വൺ കണ്ടീഷൻ. വിശ്വനാഥൻ്റെ ഈ പൊന്നോമന പുത്രി എന്നേക്കുമായി എൻ്റെ സ്വന്തമാകണം. നിതാര വിശ്വനാഥൻ്റെ മനസ്സും ശരീരവും എനിക്ക് മാത്രം സ്വന്തമാകണം. നിന്റെ അച്ഛൻ വിശ്വനാഥൻ്റെ ജീവിതത്തിന് ഞാനിട്ട വിലയാണ് നീ എന്ന മകൾ. നിനക്ക് എന്നെ ഒരു ദുഷ്ടനായിട്ടൊക്കെ തോന്നിയേക്കാം. പക്ഷേ എൻ്റെ ശരി ഇതാണ് നിത. നിതാര വിശ്വനാഥനെന്ന് നിന്നെ എനിക്ക് വേണം. നിതാര കശ്യപ് മഹാദേവായിട്ട്. അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്ന ആ പെണ്ണിൻ്റെ കണ്ണുകൾ തുളുമ്പി ഒഴുകി. അവൻ തൻ്റെ നിസ്സഹായതയെ ചൂഷണം ചെയ്യുകയാണെന്ന് തോന്നിയതും സങ്കടമോ ദേഷ്യമോ ഒക്കെ കൊണ്ട് അവളുടെ നെഞ്ചു വിങ്ങി. ഒരു നിമിഷം അവനെ കഴുത്ത് ഞെരിച്ച് കൊല്ലണോ അതോ ഇനി അവൻ്റെ പിടി വിടുവിച്ച് ഇറങ്ങി ഓടണോ എന്നറിയാതെ അവൾ തളർന്നിരുന്നു. എന്താ നിത, സമ്മതമാണോ?
ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ കഴുത്തിൽ താലി കെട്ടിയതുപോലെ ബലമായിട്ട് ഞാനൊന്നിനും വരത്തില്ല. തനിക്ക് പൂർണ്ണ സമ്മതമാണെങ്കിൽ മാത്രം മതി. പക്ഷേ എൻ്റെ ആവശ്യം അംഗീകരിക്കാൻ നിതാര തയ്യാറായില്ലെങ്കിൽ നാളത്തോടെ വിശ്വനാഥൻ്റെ കമ്പനി അവിടെ ഉണ്ടാവില്ല. നാളെ മുതൽ ബിൽഡർ വിശ്വനാഥൻ വെറും വിശ്വനാഥനായിരിക്കും. പക്ഷേ അയാളുടെ ഈ പൊന്നുമോൾ എൻ്റെ ചെറിയൊരാവശ്യം അംഗീകരിച്ചാൽ വിശ്വനാഥന് ഒന്നും നഷ്ടപ്പെടില്ല. എന്ത് വേണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ തന്നെ തീരുമാനിക്ക്. എനിക്ക് തിരക്കൊന്നുമില്ല. ഞാൻ വെയിറ്റ് ചെയ്തോളാം. മുന്നോട്ട് നോക്കിയിരുന്ന കാറിൻ്റെ സ്റ്റിയറിംഗ് താളമിട്ടിരിക്കുന്നവനെ നോക്കിയിരിക്കുമ്പോഴും ആ പെണ്ണിൻ്റെ കണ്ണുകൾ പെയ്തൊഴിഞ്ഞുകൊണ്ടിരുന്നു. സമ്മതം. ഏറെ നേരത്തെ ആലോചനയ്ക്കൊടുവിൽ അവളിൽ നിന്ന് വന്ന വാക്കുകൾ കശ്യപിൽ ഒരു പുഞ്ചിരി പടർത്തി. അതേ പുഞ്ചിരിയോടെ തന്നെ അവൻ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. പിന്നെ എതിർവശത്തെ ഡോർ തുറന്നു കൊടുത്തുകൊണ്ട് നിധയുടെ നേർക്ക് കൈ നീട്ടി. ഇന്ന് താൻ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്നവൻ്റെ ഉള്ളം കൈയിലേക്ക് തൻ്റെ വലതുകരം ചേർത്ത് വെച്ച് പുറത്തേക്കിറങ്ങുമ്പോൾ നിധയിലൊരു വിറയൽ പടർന്നിരുന്നു. അതറിഞ്ഞിട്ടും സത്യങ്ങൾ തുറന്നു പറഞ്ഞ് അവളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ കഴിയാത്ത വേദനയിലും കശ്യപ് ആ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. സോറി മോളെ, മനഃപൂർവ്വം നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഇതൊന്നും. ഇപ്പം നിന്നെ ചേർത്ത് നിർത്താൻ ഇതല്ലാതെ മറ്റൊരു വഴിയും എനിക്കില്ല. നിന്റെ മനസ്സിൽ എന്നോടൊപ്പം ഉള്ള ഈ വെറുപ്പൊക്കെ അകന്നു പോയ ശേഷം നീ എന്നെയും വിശ്വസിച്ച് തുടങ്ങുമ്പോൾ എല്ലാം ഞാനായിട്ട് തന്നെ തുറന്നു പറയും. അതുവരെ ഇങ്ങനെയൊക്കെ പോകാനേ പറ്റൂ നിത. അവളുടെ കൈയും പിടിച്ചകത്തേക്ക് നടക്കുന്നതിനിടയിൽ കശ്യപിൻ്റെ മനസ്സ് മന്ത്രിച്ചു. പക്ഷേ അതൊന്നും അറിയാതെ അവനോടുള്ള പകയിൽ ഇരിയുക തന്നെയായിരുന്നു നിധയുടെ മനസ്സ്. ഇപ്പോൾ താൻ ജയിച്ചില്ലേ? എന്നേക്കുമായി എന്നെ തോൽപ്പിച്ചിട്ടായാലും താൻ ജയിച്ചില്ലേ? ഇനി എന്താ ഞാൻ തനിക്ക് വേണ്ടി ചെയ്യേണ്ടത്? അകത്തെ പ്രൊസീജിയേഴ്സൊക്കെ പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങിയതും അവൻ്റെ കോളറിൽ കൊത്തിപ്പിടിച്ച് തേങ്ങിക്കരഞ്ഞുകൊണ്ടായിരുന്നു അവളുടെ ചോദ്യം. തൽക്കാലം എൻ്റെ ഭാര്യയെ ഒന്നും ചെയ്യണ്ട. കൂടുതൽ വിളച്ചിലൊന്നും എടുക്കാതെ എൻ്റെ നെഞ്ചോട് ചേർന്ന് ജീവിച്ചോളാമെന്ന് അംഗീകരിച്ചാൽ മാത്രം മതി. സ്വതസിദ്ധമായ വിജയസ്മിതത്തോടെ അവൻ പറഞ്ഞതും നിധ അറപ്പോടെ മുഖം തിരിക്കുകയാണ് ചെയ്തത്. തിരികെ ഫ്ലാറ്റിലേക്കുള്ള യാത്രയിലായിരുന്നു കശ്യപും നിധയും. അപ്പോഴും പെയ്തു തോർന്നിട്ടില്ലായിരുന്ന കണ്ണുനീരിനെ ഒഴുകാൻ അനുവദിച്ചുകൊണ്ട് സൈഡ് ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു നിധ. അവളുടെ അവസ്ഥ മനസ്സിലാകുന്നുണ്ടെങ്കിലും തൽക്കാലം അവളിലേക്ക് ഇടിച്ചു കയറി ചെല്ലാതെ അവളെ ഒറ്റയ്ക്ക് വിടാമെന്ന് ചിന്തിച്ചുകൊണ്ട് ഡ്രൈവിങ്ങിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുകയാണ് കശ്യപ്. അതേസമയം തന്നെയായിരുന്നു അവൻ്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങിയത്. ഡിസ്പ്ലേയിൽ തെളിഞ്ഞ ഏട്ടൻ എന്ന പേര് കണ്ടതും കശ്യപ് ഒരു പുഞ്ചിരിയോടെ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് ചേർത്തു. പറയടാ, നീ എപ്പോൾ എത്തി? നീ ഇതെവിടെയാ? ഞാൻ നിൻ്റെ ഫ്ലാറ്റിന് മുന്നിലുണ്ട്. ഓഫീസിൽ ഇല്ലെന്ന് അറിഞ്ഞിട്ടാ നേരെ ഇങ്ങോട്ട് പോന്നത്. അപ്പോൾ ഇവിടെ ഇല്ല. എവിടാ നീ? ഫോണിലൂടെ പാർത്ഥിവിൻ്റെ ചോദ്യം കേട്ടതും കശ്യപ് മുഖം തിരിച്ചിരിക്കുന്നവളെ ഒന്ന് പാളി നോക്കി. ആ, ഞാൻ ദാ വരുന്നടാ, നീ നിൽക്ക്. ആ പിന്നെ നിനക്കൊരു സർപ്രൈസ് കൂടിയുണ്ട് എൻ്റെ കൂടെ. പറഞ്ഞതും കൂടുതൽ ചോദ്യങ്ങൾക്കിട കൊടുക്കാതെ കശ്യപ് ഫോൺ കട്ട് ചെയ്തു.